നമസ്കാരം, എല്ലാവർക്കും വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് മൊമോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് വെള്ളം, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, അത് രണ്ടും ഓരോരോ ടീസ്പൂൺ വീതം, പിന്നെ 2 കപ്പ് കാബേജ്. ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് മൈദ മാവൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് മൈദയും നമ്മളെടുത്ത് വെച്ച ഉപ്പ്, കുറച്ച് എണ്ണ, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കണം. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഈ പുട്ടിനെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് തരിതരിയായിട്ട് കുഴച്ച് കൊടുക്കണം, എല്ലായിടത്തും ഈ ഓയിലും ഉപ്പും എല്ലാം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്, അധികം ലൂസ് വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇടാൻ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കാം. അടുപ്പ് വെച്ചിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ വയ്ക്കാം. 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. വെളിച്ചെണ്ണ എടുക്കണ്ട, വേറെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അധികം വേറെ കളറൊന്നും മാറൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ആ ഒരു ചെറുങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതിടാം. നമുക്കിത് എടുത്ത് വെച്ച സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കാബേജ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഫുൾ വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു പകുതി വേവേ വേണ്ടൂ, കാരണം ഇത് നമ്മളിത് ആവിക്ക് വെച്ചിട്ട് വേവിക്കുന്നുണ്ടല്ലോ ഒന്നും കൂടി. അപ്പോൾ അധികം വെന്തുടയൊന്നും വേണ്ട, ഒരു പകുതി വേവാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക വേണ്ടത്.
ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച സെലറി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വേറെ മസാലകളൊന്നും ചേർക്കൂല, വേറെ പൊടികളൊന്നും. ഈ കുറച്ച് കുരുമുളകിൻ്റെയും സോയാ സോസിൻ്റെയും ആ ഒരു ഫ്ലേവറാണ് ഇതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ, നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മാവ് ഒന്ന് പരത്തിയെടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തൊന്ന് പരത്താം. കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ സൈഡിൽ. അതെടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്, ഇത് കട്ടിയായി പോകാം. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേണ്ടുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അധികം ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സൈഡിൽ നിന്ന് പിന്നെയും ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുക, ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുക, പിന്നെ ഈ ഭാഗത്തു നിന്ന് എടുക്കുക. ഇതങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇതല്ലേ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം വീണ്ടും ഈ ഭാഗത്തു നിന്ന് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ലാസ്റ്റ് ഭാഗം എടുത്തെടുത്ത് അവിടെ വീണ്ടും ഇങ്ങനെ അമർത്തി കൊടുക്കും. കൈ വെച്ചിട്ട് തന്നെ സൈഡ് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇത് കുറേ ഷേപ്പിൽ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അറിയുന്ന ഏത് ഷേപ്പാണോ അതിലേക്ക് വേണമെന്ന് ചെയ്യാം. നമുക്ക് അടുത്തത് റെഡിയാക്കാം. അടുപ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അമർത്തി കൊടുക്കണേ. ഈ സെറ്റ് നമ്മൾ ഈ മടക്കി വെക്കുന്നത് ഒന്ന് അമർത്തി കൊടുക്കുക. വീണ്ടും ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇതെല്ലാം കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒരു കിഴി പോലെ ആക്കാം. നമുക്കിതിങ്ങനെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മമ്മൂസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 2 തട്ടിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡി ആയി കിട്ടും. 10-15 മിനിറ്റിനുള്ളിൽ റെഡി ആയി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് എണ്ണേൻ്റെ ഒന്നും ഉപയോഗം കുറവാണ് ഇതിൽ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ. അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.